കാലിക്കറ്റ് ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുസുമെക്കോ എന്ന ബ്രാൻഡിന്റെ 5kV ഇൻസുലേഷൻ ടെസ്റ്ററാണ്. മോഡൽ KM2805MK1 എന്ന 5kV ഇൻസുലേഷൻ ടെസ്റ്റർ. ഇതാണ് കുസുമെക്കോയുടെ KM2805MK1 എന്ന ഡിജിറ്റൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റർ. ഇത് 5kV മെഗറാണ്. ഇനി എന്തെല്ലാമാണ് ഈ പ്രൊഡക്റ്റിനുള്ളിൽ, ഈ ബോക്സിനുള്ളിൽ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാം. ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സിലാണ്, ഒരു സൂട്ട് കേസ് പോലുള്ള ഒരു ബോക്സിലാണ് ഇവർ ഈ പ്രൊഡക്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് ഓപ്പറേറ്റിംഗ് മാനുവൽ ഉണ്ട്, പിന്നെ ഒരു CD പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നതിനും മറ്റുമായി കമ്മ്യൂണിക്കേഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു CD ഉണ്ട്. പിന്നെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റും ഇതിന്റെ കൂടെ തന്നെ, വാറണ്ടി സർട്ടിഫിക്കറ്റും ഇതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കുസുമെക്കോയുടെ 2805MK1 എന്ന ഡിജിറ്റൽ 5kV ഇൻസുലേഷൻ ടെസ്റ്റർ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, വളരെ വലിയൊരു LCD ഡിസ്പ്ലേ ആണ് കമ്പനി ഈ ഒരു 5kV ഇൻസുലേഷൻ ടെസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ സ്വിച്ചസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഒരു ഓൺ ഓഫ് ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്ന മോഡ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ DC വോൾട്ടേജ് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ മോഡിന് വേണ്ടിയിട്ട് ഈ ഒരു ബട്ടണാണ് വേണ്ടത്. AC വോൾട്ടേജ് ചെക്ക് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണത്. ഇത് ടൈമർ സ്വിച്ചാണ്. ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, കമ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡ് ഉണ്ട് ഇതിൽ. ഇത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും USB എന്ന് പറഞ്ഞിട്ട് നടുവിൽ തന്നെ ഒരു ബട്ടൺ കൊടുത്തിട്ട് ഇതിന്റെ 4 സൈഡിലും സ്ക്രോളിംഗ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. USB നിങ്ങൾക്കറിയാം, ഇതിന്റെ കൂടെ തന്നെ കമ്പനി ഒരു CD പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു USB കേബിളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ CD ഒരു കമ്പ്യൂട്ടറിൽ ഇടുകയാണെങ്കിൽ ഇതിലെ ഡാറ്റ നമുക്ക് USB കേബിൾ വഴി കമ്പ്യൂട്ടറിലേക്ക് കൊടുത്ത് നമുക്ക് ഇതിലുള്ള ഡാറ്റ കമ്പ്യൂട്ടറിന്റെ ഇതിലേക്ക് നമുക്ക് എടുത്ത് നമുക്ക് ഭാവിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനും എല്ലാം ചെക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഇന്റർഫേസ് ഇതും കൂടി കമ്പനി ഇതിൽ USB ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ഡാറ്റയും നമ്മൾ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡാണിത്. നമുക്ക് ഓരോ പ്രാവശ്യം കിട്ടുന്ന വാല്യൂ നമുക്ക് ഇതിൽ സേവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വീണ്ടും കാണണമെങ്കിൽ അത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ് ഇത്. പിന്നെ ഇതൊരു ക്ലിയർ ബട്ടണാണ്. ഇതിന് ലൈറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 സോക്കറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പ്ലഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ഷട്ടർ ഉണ്ട്. ഈ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് USB കേബിൾ നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നേരെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അഡാപ്റ്റർ കൊടുത്തിട്ട് നമുക്ക് ബാറ്ററി ഇല്ലെങ്കിൽ നമുക്ക് ലൈനിൽ തന്നെ, നമ്മളെ 230 വോൾട്ടിൽ തന്നെ അഡാപ്റ്റർ കൊടുത്ത് ഇതിൽ പ്ലഗ് ചെയ്തിട്ട് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ അവർ കമ്പനി ടോട്ടൽ 8 ബാറ്ററി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പ്ലഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാറ്ററി എപ്പോഴും റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അത് റിമൂവ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് AC ലൈനും ലോഡ് ഇതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കമ്പനിയുടെ ഇതിന്റെ ഒറ്റ നോട്ടത്തിൽ നമ്മളുടെ ഈ ഒരു മീറ്ററിൽ കാണുന്ന ഇത് വരുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ കമ്പനി കേബിൾസും കാര്യങ്ങളും എന്തെല്ലാം പ്രൊവൈഡ് ചെയ്തെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ എന്തെല്ലാമാണ് ഈ ഒരു ബോക്സിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. നമുക്ക് 3 ടെസ്റ്റിംഗ് ലീഡ്സ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ടെസ്റ്റിംഗ് ലീഡ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ ടെസ്റ്റിംഗ് ലീഡും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ കാണാൻ പറ്റും, ഇതിന്റെ എൻഡിൽ വരുന്നത് നമുക്ക് ഒരു പിന്ന് മാത്രമേ ഉള്ളൂ. ഈ ബ്ലാക്കിനാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും നമുക്ക് എൻഡിൽ ഈ അലിഗേറ്റർ ക്ലിപ്പ് ടൈപ്പ് ഒരു ക്രോക്കഡൈൽ ക്ലിപ്പ് അവർ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും. പക്ഷേ ഈ റെഡ് കളറിന് മാത്രം നമുക്ക് ഇത് 2 പിന്നാണ് വരുന്നത്. ഇതിന് ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് ഇതിൽ വരുന്നത്. അത് ടെസ്റ്റിംഗ് സമയത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തിനാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ 3 ടെസ്റ്റിംഗ് ലീഡ്സ് 3 കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 8 1.5 വോൾട്ടിന്റെ C സൈസ് അൾട്രാ ആൽക്കലൈൻ ബാറ്ററീസ് 8 നമ്പേഴ്സ് അവർ കമ്പനി ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1.5 വോൾട്ടിന്റെ 8 ബാറ്ററീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഒരു
നമ്മൾ ലൈനിൽ നേരിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് 230 വോൾട്ടിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന AC/DC അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. കമ്പനിയുടെ തന്നെ ഒരു അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതായിട്ടുള്ള 2 പിൻ ടൈപ്പ് അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു USB കേബിളാണ്. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിലുള്ള ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് മാറ്റണമെങ്കിൽ നമ്മളുടെ ഈ ഒരു USB കേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്ത് ഇതിലുള്ള ഡാറ്റ നമുക്ക് അവരുടെ CD ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇത് മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള CD ആണ് കമ്പനി ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു CD കൊടുത്തിട്ടുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ CD നമ്മൾ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ആണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ USB കേബിൾ പ്രകാരം നമ്മളുടെ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് കമ്പനി ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഈ നമുക്ക് ജസ്റ്റ് നമ്മളുടെ ഈ ഒരു സപ്ലൈ കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് ഇതിന്റെ ഫംഗ്ഷനിങ് ഒന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് നമ്മൾ 230 വോൾട്ട് AC സപ്ലൈ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് ഓൺ ചെയ്യാം. ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓൺ ഓഫ് ബട്ടൺ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഡാറ്റ ക്ലിയർ ചെയ്യാനുള്ള ബട്ടണാണിത്. ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഡാറ്റയാണോ എടുത്തിരിക്കുന്നത് അത് ഫുള്ള് ക്ലിയർ ആയി വീണ്ടും 0യിലേക്ക് തന്നെ വരും. ഇത് നമ്മൾ മോഡ് മാറ്റുന്നതാണ്. അതായത് ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ മോഡ് മാറ്റണമെങ്കിൽ ഇത് അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ മോഡലാണ് ഇപ്പോൾ ഓൾറെഡി ഇത് ഉള്ളത്. നമുക്ക് DC വോൾട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് അമർത്തി കഴിഞ്ഞാൽ DC വോൾട്ടിന്റെ ഇതിലേക്ക് എത്തി, DC വോൾട്ട് എത്തി. AC വോൾട്ടിന്റെ മോഡലിലേക്ക് മാറ്റണമെങ്കിൽ ഇത് അമർത്തി കഴിഞ്ഞാൽ AC വോൾട്ടിന്റെ മോഡലിലേക്കായി. പിന്നെ ഇത് ടൈമറാണ്. ടൈമർ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഇതിൽ ടൈം 1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ടൈമർ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ടൈം 2. പിന്നെ വരുന്നത് ഇത് കമ്പാരിറ്റീവ് ബട്ടറാണ്. അതായത് എത്ര നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത്ര മെഗാ ഓംസിന്റെ മുകളിലേക്കാണ് വേണ്ടതെങ്കിൽ ആ റേഞ്ചിലേക്ക് നമ്മളുടെ ഈ ടെസ്റ്റിംഗ് എത്തിയില്ലെങ്കിൽ ഇത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ വിചാരിക്കുന്ന ഒരു കമ്പാരിറ്റീവ് റേഞ്ചിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടറാണിത്. അത് അത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരത്തിൽ വരുന്നൊരു ഓപ്ഷനാണ്. പിന്നെ USB അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ USB എന്നുള്ള മോഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് USB-ന്റെ ഇത് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സേവ് ബട്ടൺ ആണ്. അതായത് നിങ്ങളുടെ ഓരോ ഡാറ്റ നിങ്ങൾ എടുക്കുന്ന ഓരോ ഡാറ്റയും നമ്മൾ മെഷർമെന്റിന്റെ ഡാറ്റയും നമ്മൾ ഓരോ പ്രാവശ്യത്തിൽ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലോഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും അത് നമുക്ക് ഏതൊക്കെ ഇത് സേവ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡാറ്റ മുഴുവൻ നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോഡ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന 500 വോൾട്ടാണ് ഇതിലിപ്പോൾ റേഞ്ച് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ആക്ച്വലി 4 റേഞ്ച് വരെ നമുക്ക് ഈ 5 kV മെഗറിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ 500 വോൾട്ടാണ്. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് 1000 വോൾട്ടിലേക്ക് മാറി 2500 വോൾട്ട്, 5000 വോൾട്ട്, ഇത്രയും റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മീറ്ററിൽ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 500 വോൾട്ടിൽ നമ്മൾ ഈ ടെസ്റ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിൽ റെഡ് ലൈറ്റിൽ നമുക്കൊരു ഇൻഡിക്കേഷൻ വരും, ഇതിലെ മെഗറിങ്ങിന്റെ ഇത് വരും. അപ്പോൾ ഇത്രയും ഇതാണ് നോർമൽ ടെസ്റ്റിങ്ങിൻ്റെ ഉള്ളത്. നമ്മൾ കേബിളിലേക്ക് കണക്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പം ഇതാണ് ബേസിക്കലി നമ്മളുടെ ഇൻസുലേഷൻ ടെസ്റ്റിന്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദി. കുസും മെക്കോയുമായി ബന്ധപ്പെട്ട ഏത് മീറ്ററുകൾക്കും നിങ്ങൾക്ക് കാലിക്കറ്റ് ഇലക്ട്രിക്കൽ ഏജൻസീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാം ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.